الشيطان الرجيم بسم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഒരുത്തമ കുടുംബം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ കയ്പുണ്ടാകും, മധുരമുണ്ടാകും, ദുഃഖവും സന്തോഷവും ഉണ്ടാകും. എന്നാൽ ഒരു ഉത്തമ കുടുംബം അതെങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കേട്ടിട്ടില്ലേ? 10 ഗുണം 10 ഗുണം എന്ന്. ആ വിത്തിൻ്റെ ഗുണമനുസരിച്ചിരിക്കും അതിൻ്റെ തുടർന്നുള്ള റിസൾട്ടുകളും ഫലങ്ങളും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായൊരു വചനം നമ്മുടെ മനോമുഖിരങ്ങളിലുണ്ട്. മറ്റൊന്നുമല്ല, പല ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. അത് സൗന്ദര്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, തറവാട് മഹിമയായിരിക്കാം, ദീനീ ബോധമായിരിക്കാം. എന്നാൽ ഫൽഫർ ബിദാത്തിദ്ദീൻ, മതമുള്ള ദീനീ ബോധമുള്ള സഹോദരിയെ നീ കല്യാണം കഴിക്കുക. അപ്പോൾ ഒരുത്തമ കുടുംബത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നീ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന നിന്റെ ഇണ മതബോധമുള്ളവളായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഒരുത്തമ കുടുംബത്തിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. പരിശുദ്ധ ഖുർആന്റെ 4-ാം അധ്യായം 34-ാം സൂക്തത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. പുണ്യവതികളായ സ്ത്രീകളെന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെ നിർവചിക്കുകയാണ്. ആരാണ് നന്മ ചെയ്യുന്ന സ്വാലിഹാത്തുകളായിട്ടുള്ള സ്ത്രീകൾ? ആരാണ്? ഖുർആൻ വ്യക്തമാക്കുന്നു, ഫസ്വാലിഹാതു, പുണ്യവതികളായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവളുടെ റബ്ബിന് അനുസരിക്കുന്നവളായിരിക്കും, അവളുടെ സൃഷ്ടാവിന് അനുസരിക്കുന്നവളായിരിക്കും, അവളുടെ ഭർത്താവിനെയും അനുസരിക്കുന്നവളായിരിക്കും നന്മയുടെ വിഷയത്തിൽ. എന്നിട്ട് പറഞ്ഞു ഖാനിതാതുൻ. ഖാനിതാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയ അത്വായ ലിസൗജിഹ എന്നാണ്. ഭർത്താവിനോടുള്ള ആ സ്നേഹവും അതുപോലെ തന്നെ കടപ്പാടുമൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അനുസരണം. അതുപോലെ തന്നെ ഫസ്വാലിഹാത്തു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കേണ്ട എല്ലാ സംഗതികളും സംരക്ഷിക്കുന്നവളായിരിക്കും അവൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. വളരെ അടിവരയിടേണ്ടുന്ന ഒരു സംഗതിയാണത്. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഹ്ഫളുഹു ഫീ നഫ്സിഹാ മാലിഹി എന്നാണ്. അതായത് അവളുടെ ശരീരം, ആ ശരീരം സംരക്ഷിക്കണം. ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അത് ഹലാലല്ലാത്ത മാർഗത്തിൽ ഉപയോഗിച്ചുകൂടാ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സമ്പത്തും
ഭർത്താവിൻ്റെ സമ്പത്ത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കാനുള്ള ഒരധികാരമില്ല, മറിച്ച് അതൊക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഖുർആനിലുണ്ട്, ഹദീസുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ് നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാകും. ഈ ലോകമാകെ വിഭവങ്ങളാണ്, എന്നാൽ അദ്ദുന്യ മതാഉൻ വഖൈറു മതാഇ ദുന്യ അൽ മർഅതു സ്വാലിഹ, ഈ ഇഹലോകം തന്നെ വിഭവങ്ങളാണ്. അതിലേറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് സ്വാലിഹത്തായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. ഇന്ന് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ കുടുംബങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടേറെ പ്രശ്നങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയെല്ലാം അവസാനിച്ചു എന്നുള്ളതല്ല, കുടുംബങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം വെല്ലുവിളികളാണ്? ഒന്ന്, പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടുംബിനികൾക്കിടയിൽ കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ ഉപയോഗത്തിന് അടിമകളായതുപോലെ, കുട്ടികൾക്കിടയിലെ മൊബൈൽ അഡിക്ഷനെ പോലെ കുടുംബിനികൾ വർദ്ധിച്ച തോതിൽ മൊബൈൽ അഡിക്ഷന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണെന്ന് പറയുന്നത്. ഈ മൊബൈൽ അഡിക്ഷനോടുള്ള അതിൻ്റെ ഒരു റിസൾട്ട് എന്താ? ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു, കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത് ഹസ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാർത്ത നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ആ സഹോദരിക്ക് എന്താ സംഭവിച്ച? മൂന്ന് മക്കളുടെ ഉമ്മയാണ്, മാതാവാണ്. ഒരു സുപ്രഭാതത്തില്, ഒരു നിമിഷത്തിൽ അവൾ മറ്റൊരാളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും വീട് വിട്ടിറങ്ങുകയും ചെയ്യുന്നു. 5 മാസം ആയപ്പോഴേക്കും ഒരു ലഹരി ഉപയോഗിക്കുന്ന കൊടും ക്രിമിനലിൻ്റെ കരാളഹസ്തങ്ങൾക്ക് ആ സ്ത്രീ വിധേയമാകുകയും ജീവിതം ഹോമിക്കപ്പെടുകയും ചെയ്തു. കൊല്ലപ്പെടുന്നതിൻ്റെ തലേ ദിവസം സ്വന്തം മാതാവിനോട് പറഞ്ഞു, ഞാൻ മടങ്ങി ഈ വൃത്തികേടെന്ന് മാറി നന്നായി ജീവിക്കണം. അപ്പോൾ സാധിച്ചില്ല, പിറ്റേ ദിവസം കൊല്ലപ്പെട്ടു. അപ്പോൾ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തമയായ സ്ത്രീക്ക് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉത്തമയായിട്ടുള്ള സ്ത്രീ, ഉത്തമ കുടുംബം, അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഒരു നല്ല സ്വാലിഹത്തായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്വാലിഹത്തായിട്ടുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ അവൾക്ക് ചില ഗുണങ്ങളുണ്ടാകും. അതെന്താണെന്ന് ചോദിച്ചാൽ, അവളിലേക്ക് തൻ്റെ ഭർത്താവ്, തൻ്റെ ഇണവൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കും. ഒരു നന്മ കൽപ്പിച്ചാൽ അതനുസരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അതുപോലെ തന്നെ അവളുടെ ശരീരം, ഇതൊക്കെ സംരക്ഷിക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് ഈ കാര്യം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്നുള്ള ആയത്ത് ഓതി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഇണകൾ, അവര് ഒരുപാട് ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളുള്ളവരായ നമ്മുടെ ഇണകളായി മാറുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നിലപാടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുടുംബം, ഒരു വ്യക്തി, അദ്ദേഹം കുടുംബനാഥനാകുമ്പോൾ അദ്ദേഹം സൗഭാഗ്യമുള്ളയാളാവണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം.
ആ 4 കാര്യങ്ങളെന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഇണ. വൽ മസ്കനുൽ വാസിഅ, അതുപോലെ വിശാലമായിട്ടുള്ള ഒരു വീട്. വീടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് എന്നുള്ളതല്ല, മറിച്ച് ഉള്ള വീട് ഒരു വിശാലതയുള്ള ആ ഒരു അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. വൽ ജാറു സ്വാലിഹ്, അതുപോലെ തന്നെ നല്ല അയൽവാസി. വൽ മർക്കബുൽ ഹനീ, ശാന്തമായിട്ടുള്ള ഒരു വാഹനം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ സൗഭാഗ്യവാനാകുന്നതെന്നാണ്. അപ്പം അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സ്വാലിഹത്തായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അപ്പം സ്വാലിഹത്തായിട്ടുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ അഡിക്ഷനൊക്കെ, മൊബൈലിൻ്റെ വർദ്ധിച്ച ഉപയോഗങ്ങളൊക്കെ പല കുടുംബങ്ങളെയും ഒക്കെ തകർത്ത് കളയുന്നു. പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട്, ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട്, ജോലിക്ക് പോയാൽ പണം കിട്ടും, ഭർത്താവിനെ ആശ്രയിക്കേണ്ടതില്ല, സ്വന്തം കാലിൽ നിൽക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ജോലിക്ക് പോകുന്നത് തെറ്റാണെന്നല്ല, ജോലിക്ക് പോകണം, ആ അറിവും കഴിവൊക്കെ ഉപയോഗപ്പെടുത്തണം. പക്ഷേ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ചതിക്കുഴികളിൽ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഭർത്താവിനെ അവിശ്വസിക്കുന്നു, മക്കളെ മറന്നു കളയുന്നു, മാതാപിതാക്കളെയും കുടുംബങ്ങളെയും മറ്റ് ബന്ധങ്ങളെയും ഒക്കെ വിസ്മരിച്ചുകൊണ്ട് വ്യാജ സ്നേഹം നടിക്കുന്ന ആളുകളുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു. നിമിഷ നേരം കഴിയുമ്പോഴേക്കും ആ ജീവിതം തകർക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബം അത് ഉത്തമ കുടുംബമാവണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇണ അവൾ സ്വാലിഹത്താകണം. അതിന് കുടുംബനാഥനും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താ? വീട്ടിലെ ദീനി അന്തരീക്ഷം ഉണ്ടാക്കണം. ഖുർആനിലെ സൂറത്ത് തൗബയിൽ ഒരു ആയത്തുണ്ടല്ലോ, സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപമാക്കി വെക്കുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്ത്. ആ ആയത്ത് അവതീർണമായപ്പോൾ നബിയോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ എന്താണ് ഒരുക്കി വെക്കേണ്ടത്? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ലിയത്തഖിദ അഹദുകും ഖൽബൻ ഷാകിറ, നന്ദിയുള്ള മനസ്സ്, നന്ദിയുള്ള ഹൃദയം, അതാണ് നമ്മൾ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെക്കേണ്ടത്. വലിസാനൻ ദാകിറൻ, അതുപോലെ അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ്. വസൗജതൻ മുഅ്മിനതൻ, വിശ്വാസിനിയായിട്ടുള്ള ഒരു ഇണ. ഇതൊക്കെയാണ് വലിയ സമ്പത്ത്, അതാണ് സംരക്ഷിക്കേണ്ടത് എന്നാണ്. ആ വിശ്വാസിനിയായിട്ടുള്ള ഇണ എന്ന് പറയുമ്പോൾ തുഈനു അഹദുക്കും അലാ അംരിൽ ആഖിറ, അവൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിൻ്റെ ആഖിറത്തിലെ ജീവിതത്തിന് വേണ്ടിയിട്ട് സഹായിക്കണം, പ്രേരിപ്പിക്കണം, നന്മക്ക് പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അതൊക്കെ ഇന്ന് നമ്മുടെ ആധുനിക കുടുംബത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിലെ ഒരു മനുഷ്യന് ഒരു നല്ല ഇണയെ കിട്ടുക എന്നുള്ളത്, അതായത് മതബോധമുള്ള പരലോക വിജയത്തിന് സഹായിക്കുന്ന ഒരു ഇണ ഉണ്ടാകുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്നല്ല അള്ളാഹു തആല ഈ മനുഷ്യനോട് ചോദിക്കും. അതായത് കുടുംബനാഥനോട് ചോദിക്കും, പരലോകത്തെത്തുമ്പോൾ നിനക്ക് നല്ല ഇണയെ വിവാഹം ചെയ്ത് തന്നില്ലേ? നോക്കൂ, അത് വലിയ അനുഗ്രഹമാണ്. അതായത് ഇമാം ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, അലം ഉസവ്വിജക ഫുലാനതൻ, നിനക്ക് ഇന്ന സ്ത്രീയെ കല്യാണം കഴിച്ച് തന്നില്ലേ? ഖതബഹൽ ഖുത്താബു, പല കല്യാണ അന്വേഷകരും അവളെ കല്യാണം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഫമനഅതുഹും, ഞാൻ എന്ത് ചെയ്തു? അവരെയൊക്കെ തടഞ്ഞു. വസവ്വജ്തുക, എന്നിട്ട് അവളെ നിനക്ക് കല്യാണം കഴിച്ചു തന്നു എന്നാണ്. അപ്പൊ നമ്മുടെ ഇണ എന്ന് പറയുന്നത് അവൾ നല്ലവനാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹു തന്ന ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും. ആ ഒരു ബോധം ഇണയോട് ഇടപഴകുമ്പോൾ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവളോട് സ്നേഹം കാണിക്കുക. അവൾ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നു, നമ്മുടെ വീട് സംരക്ഷിക്കുന്നു, നമ്മുടെ അഭിമാനം സംരക്ഷിക്കുന്നു, നമുക്ക് മറ്റുള്ള ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. അവളോട് കാരുണ്യം കാണിച്ചുകൂടെ? അവൾക്ക് സ്നേഹം കൊടുത്തുകൂടെ? തീർച്ചയായും
നമ്മൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മഹർ നൽകിക്കൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആ പെണ്ണിന് അവൾക്ക് സ്നേഹം കൊടുക്കണം, കാരുണ്യം കൊടുക്കണം, അവളെ ആശ്വസിപ്പിക്കേണ്ട സമയത്ത് ആശ്വസിപ്പിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നല്ലേ. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഒരാണും പെണ്ണും ഇസ്ലാമിക ശരീഅത്തിന്റെ വെളിച്ചത്തിൽ വിവാഹിതരാകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹവും കാരുണ്യവും അത് സർവശക്തനായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹു തആല സൂറത്തുർ റൂം 21 പറയുകയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ മനോഹരമായ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കുദറത്ത് അത് മനസ്സിലാക്കി അള്ളാഹുവാണ് ഏക ഇലാഹ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് എത്തുന്ന അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്ത് കാരുണ്യമുള്ള സ്നേഹമുള്ള നല്ലവളായ ഒരു ഇണ, അവളോടൊത്തുള്ള ആ ഒരു സ്നേഹസ്മരണമായിട്ടുള്ള ജീവിതം, സമാധാനപൂർവമുള്ള ജീവിതം അത് എന്നാണ് ആ ആയത്ത് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാരോട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. എന്തിനാണ് ഈ തഫ്സീറിൽ ഇതൊക്കെ എഴുതി വെച്ചത്? അതായത് നബി തൻ്റെ ഇണയോട് ഒരു വിരിപ്പിലാണ് ഉറങ്ങുക എന്നൊക്കെ കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചാൽ അത്രമാത്രം ഈ ഭാര്യയോട് അടുപ്പവും സ്നേഹവും ഉണ്ടായി. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണെന്ന് പറഞ്ഞു. എന്നിട്ട് കാണാം യുദാഇബു അഹ്ലഹു, തൻ്റെ ഇണയോടൊത്ത് തമാശ പറയും, കളിക്കും, വയതലത്തഫ് ബിഹിം, അവരോട് ലുതുഫ്, ദയ, കാരുണ്യം ഇതൊക്കെ കാണിക്കും. വയുവസ്യഉഹും നഫഖതഹു, അതുപോലെ അവൾക്കുള്ള ചെലവില് അവൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള അത്യാവശ്യമുള്ള സാമ്പത്തിക ചെലവിലൊക്കെ വിശാലത കാണിക്കുന്ന, അതൊക്കെ ആവശ്യമുള്ളതൊക്കെ നൽകണം. വയുലാഹിക നിസാഅഹു, അതായത് പിന്നെ അവളെ ചിരിപ്പിക്കും. ഒരു മാന്യമായിട്ടുള്ള തമാശകളും മറ്റുമൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിക്കുക. ഇതൊക്കെ റസൂലുള്ള ചെയ്തിരുന്നു എന്നാ പറയുന്നത്. മത്സരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇനി ഇതിന്റെ മറുവശം എന്താ? ഈ ഭാര്യമാരെ ചൊറിയരുത്. ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു വിശ്വാസിനിയെ അവളങ്ങനെ വേദനിപ്പിക്കുക, കുത്തിപ്പറയുക, അവളുടെ മൈനസ് പോയിന്റുകൾ പറയുക, ഇതൊന്നും പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഭാര്യയോട് കടപ്പാടുകളുണ്ട്. ഇസ്ലാം എത്ര ശാസ്ത്രീയമാണ്, എത്ര സൈക്കോളജിക്കലായിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള അബൂദർദാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നല്ലോ. അപ്പോ ഭർത്താവില്ല, അബൂദർദാ ഇല്ല, ഉമ്മുദർദാ. അപ്പോ കാര്യങ്ങൾ എന്തൊക്കെയാണ് വർത്തമാനം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ പത്നി പറഞ്ഞു, അദ്ദേഹം ചോദിക്കാണ്, എന്താണ് നിന്റെ വർത്തമാനം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, അഖൂക അബൂദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫീ നിസാഇ ദുനിയ, ദുനിയാവിലെ സ്ത്രീകളെന്നും അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇണയോട് താല്പര്യമില്ല എന്നാണ് അതിന്റെ ചുരുക്കം. അപ്പോ എന്നിട്ടോ യസൂമുൻ നഹാർ വയഖൂമുൽ ലൈൽ, പകല് നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി നമസ്കരിക്കുന്നു, വെറും ഇബാദത്ത്, ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഇല്ല. അപ്പോ ഫലമ്മാ ജാഅ അബൂദർദാ, അങ്ങനെ ഭർത്താവ് വരികയാണ്, വിരുന്നുകാരനുണ്ട്. അങ്ങനെ ഭർത്താവ് വന്നപ്പോ ഖദ്ദമ ലി സൽമാൻ തആമൻ, ഈ പിന്നെ കുടുംബിന് ഉമ്മുദർദാ എന്ത് ചെയ്തു, ഭക്ഷണം കൊണ്ടുപോയി വെച്ചു. അപ്പോ സൽമാനാണ് വിരുന്നുകാരൻ, അദ്ദേഹത്തിന് ഭക്ഷണം വെച്ചപ്പോ അബൂദർദാ ഭക്ഷണം കഴിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അതിഥിയായിട്ടുള്ള ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ കുടുംബനാഥനായി നീ ഭക്ഷണം കഴിക്കണം.
അല്ലാതെ ഞാൻ കഴിക്കൂലായിരുന്നു. അങ്ങനെ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. ആ നോമ്പ് മുറിച്ചു. സുന്നത്ത് നോമ്പാണ്, അപ്പം അത് മുറിച്ചു. അങ്ങനെയൊക്കെ ചെയ്യട്ടോ, അതിലൊന്നും വസുവാസ് വേണ്ടതില്ല. സുന്നത്ത് നോമ്പാണെങ്കിൽ. കാരണം അങ്ങനെ ആ ഭക്ഷണം കഴിച്ചു. രാത്രിയിൽ അവിടെ ഉറങ്ങുകയാണ്. സൽമാനോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹമോ പറഞ്ഞു നീയും ഉറങ്ങണമെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക, നീ ഉറങ്ങെന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങി ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഉറങ്ങ് എന്ന് വീണ്ടും പറഞ്ഞു. ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസാട്ടോ, ബുഖാരിയിലുള്ള ഹദീസാണ്. നീ ഉറങ്ങെന്ന് പറഞ്ഞു. അതായത് ആരാധനയുടെ വിഷയത്തിലുള്ള അമിതമായിട്ടുള്ള എക്സ്ട്രീമിസം എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു തലത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മളിപ്പോൾ നേരെ വിപരീതമാണ്. ആരാധനയെ അല്ലെങ്കിൽ രാത്രി നമസ്കാരങ്ങളെ ഇല്ലാത്ത ഒരവസ്ഥ, അത് പാടില്ല. അപ്പോൾ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഉറങ്ങി. സൽമാൻ റളിയല്ലാഹുവിൻ്റെ ആ കർശനമായിട്ടുള്ള ആവശ്യത്തിന് മുമ്പിൽ അദ്ദേഹം കേട്ടത്, അദ്ദേഹം ഉറങ്ങാണ്. എന്നിട്ട് രാത്രിയുടെ അവസാനത്തിൽ രണ്ടുപേരും എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞ കാര്യം സത്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹക്കൻ വലി നഫ്സിക അലൈക ഹക്കൻ വലി അഹ്ലിക അലൈക ഹക്കൻ ഫഅതി കുല്ലദി ഹക്കൻ ഹക്കഹു. അതായത് അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്കറിയാൻ വിശദീകരിക്കുന്നില്ല. നിന്റെ ഇണയോട് കർത്തവ്യങ്ങളുണ്ട്, ചുമതലകളുണ്ട്, ബാധ്യതകളുണ്ട്. അത് നീ നിർവഹിക്കണം. ഓരോ ആളുകളുടെയും അവകാശം അത് നീ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. ചില കുടുംബങ്ങളിൽ ഒരു സ്നേഹത്തോടു കൂടെയുള്ളൊരു വർത്തമാനം പോലും ഉണ്ടാവുകയില്ല. അസഭ്യവർഷങ്ങളായിരിക്കും. ഭാര്യയോടും മക്കളോടുമൊക്കെ വെറും അസഭ്യവർഷങ്ങൾ ചൊരിയുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ മോശമായി നിലകൊള്ളുന്നവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഹദീസ. ഹൈറുക്കും ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ കുടുംബത്തോട്, ഇണയോട്, കുടുംബാംഗങ്ങളോട് നല്ല നിലയിൽ നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു. ചില ആളുകൾ സാമ്പത്തികമായിട്ട് ചെലവഴിക്കുന്നതിലും വളരെ പുറകിലാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ള പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആ സമ്പത്ത്, അത് വലിയ പുണ്യമുണ്ട്. ഒരു ഹദീസിലെ പ്രയോഗം നിങ്ങൾ നോക്കൂ. അതായത് ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം, അതിന് പോലും പ്രതിഫലമുണ്ട് എന്ന്. എത്ര മനഃശാസ്ത്രപരമായിട്ട് എത്ര ഈ ലോകം എത്ര വികസിച്ചാലും മുന്നോട്ട് പോയാലും അവിടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രവാചകന്റെ വചനാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്താണ്? ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിമ മോചനത്തിന്, അതുപോലെ അഗതിക്ക് ഒക്കെ നീ ചെലവഴിക്കുന്നു. പക്ഷേ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നു. അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, ഇതിലേറ്റവും ഉത്തമം നീ നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ മറ്റേതിന് കൊടുക്കേണ്ടതല്ല, അതിനൊക്കെ കൊടുക്കണം. കുടുംബത്തിനും അമിതമായി പാടില്ല, ആവശ്യത്തിന് മാത്രം. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കൂ. ഇനിയിപ്പോൾ കുടുംബത്തിന് ചെലവഴിക്കാന്ന് പറഞ്ഞില്ലേ, ചില ആളുകളുടെ അവസ്ഥ എന്താ? കുടുംബത്തിന് ഒരു ലൈസൻസും ഇല്ലാതെ പണം കൊടുക്കുക. മക്കൾക്ക് ഒക്കെ വലിയ തോതിലുള്ള മൊബൈൽ ഫോണുകളും അതുപോലെ മറ്റുള്ള പല സംഭവങ്ങളും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ ധൂർത്ത് എന്ന് പറയുന്നത് പല കുടുംബങ്ങളിലും തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഈ സൗദി അറേബ്യയിൽ നമ്മളെല്ലാവരും ചിന്തിക്കണം. വിശുദ്ധ ഖുർആന്റെ സന്ദേശമാണത്. ധൂർത്ത് പാടില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ സൗദി അറേബ്യയിൽ ഒരു ഫാമിലി ഭാര്യയും മക്കളുമൊത്തും ജീവിക്കുന്നു. ഇവിടെ വാഹനമുണ്ട്,
അങ്ങനെ ഒരു ഫാമിലി ലൈഫ് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ. ഒരു സുപ്രഭാതത്തിൽ ഒരു വേദന, അങ്ങനെ ടെസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ 2 കിഡ്നിയും ഫെയിലായിരിക്കുന്നു. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. കമ്പനി അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അദ്ദേഹം ഉപയോഗിക്കുന്ന വാഹനം ഈ ഇൻസ്റ്റാൾമെൻറ്റിൽ അടവിനെടുത്തതാണ്. അതിന് പണം കൊടുക്കണം. ഇനി ചികിത്സക്ക് നാട്ടിലേക്ക് പോകുക നിർവാഹമുള്ളൂ. നാട്ടിൽ വാപ്പ കൊടുത്ത സ്ഥലത്തൊരു വീടുണ്ട്. അവിടെ പോയിട്ടും ഡയാലിസിസ് ചെയ്യണല്ലോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യണമെങ്കിൽ അതിന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് വരണം, മറ്റുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ വീട് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് ലോണിനെടുത്ത വീടാ. സ്ഥലം ബാപ്പ കൊടുത്താണ്, പക്ഷേ ലോണ് എടുത്തതാണ്. ആ ലോണിന് മാസം തോറും പണമടക്കണം. പലിശക്ക് മേൽ പലിശ വന്ന് ബുദ്ധിമുട്ടിരിക്കുകയാണ്. ആ വീട് വിറ്റിട്ട് ഭാര്യയുടെ അവകാശം കിട്ടിയ ഒരു 5 സെന്റ് സ്ഥലം ഉപയോഗപ്പെടുത്തി അതിലൊരു വീട് വെക്കാൻ സാധിക്കുമോ എന്ന് നോക്കുമ്പോൾ ഈ വീട് വിറ്റിട്ട് പോകുന്നില്ല, മതിയായ വില കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും തകർന്നു പോയി ഇനി എന്താണെന്നറിയാതെ അന്താളിച്ച് നിൽക്കുന്ന അങ്ങനെ അവസ്ഥ എത്രയോ കുടുംബങ്ങൾ സംഭവിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ നാളത്തെ അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദൂർത്തടിക്കുന്ന, അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ആളുകൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? നിങ്ങൾ അമിതമായിട്ട് ചെലവഴിക്കാനായിട്ട് പാടില്ല. ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ, കുലു വഷ്റബു. അത് മാത്രമല്ല പറഞ്ഞത്, വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതമായി ചെലവഴിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ചെലവഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലേ. എത്രയോ ആയത്തുകളുണ്ട്, എത്രയോ നബി വചനങ്ങളുണ്ട്. ഈ അമിതമായി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ തൗഹീദുള്ള ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മളിൽ തന്നെ അമിതമായി ചെലവഴിക്കുന്ന അല്ലെങ്കിൽ ധൂർത്തിന്റെ പൊങ്ങച്ചത്തിന്റെ വാസനയുണ്ടോ എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ കാര്യത്തിലും, അത് ഡ്രസ്സാവട്ടെ, ആഭരണങ്ങളാകട്ടെ, വീടാകട്ടെ, മറ്റുള്ള എല്ലാ കാര്യത്തിലും അമിതമായിട്ടുള്ള ഒരിതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദുർവ്യയം ചെയ്യുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണെന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. പിശാചോ അവന് റബ്ബിന്റെ ശത്രുവാണെന്നാണ്, റബ്ബിന് നന്ദി കെട്ടവനാണെന്നാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ അമിതമായി ചെലവഴിക്കുമ്പോൾ നമ്മൾ റബ്ബിനോട് നന്ദി കെട്ടവരായി മാറുന്നു എന്നാണ്. ഒരു ഹദീസ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ചോദ്യം ചെയ്യുന്ന. അതിലൊന്നെന്താ? അതായത് ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ മനുഷ്യന്റെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കുക അസാധ്യമാണെന്നാണ്. ഹത്താ യുസ്അല അൻ ഉംരിഹി, അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഫീമ അഫ്നാ, അതെങ്ങനെയാണ് ചെലവഴിച്ചതെന്ന്. വഅൻ ഇൽമിഹി, അവന്റെ വിജ്ഞാനത്തെ കുറിച്ച് ചോദിക്കും. എന്നിട്ട് പറയണ വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ വഫീമ അൻഫക, അവൻ എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യുന്ന. അതുകൊണ്ട് സമ്പത്ത് പിശുക്ക് കാണിക്കണമെന്നല്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല. പക്ഷേ അമിതമായിട്ടുള്ള ഒരു ധൂർത്തിന്റെ അനാവശ്യമായ ചെലവുകൾ അത് പാടില്ല. അത് കർശനമായിട്ട് നിയന്ത്രിക്കണം. റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന് മാത്രമല്ല, ആരാണ് നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന അപമാനകരമായ, നിന്ദ്യകരമായ അവസ്ഥ, അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് പാഠങ്ങളാണ് പ്രിയമുള്ളവരെ. ഏതെങ്കിലും കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് മാത്രമുള്ള പരീക്ഷണമല്ല, നമ്മളും അതെന്നൊക്കെ പാഠം ഉൾക്കൊള്ളണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അപ്പം അതുകൊണ്ടാണ്, എന്ന് മാത്രമല്ല, ഈ സമ്പത്ത് അനാവശ്യമായിട്ട് ചെലവഴിക്കുക എന്നുള്ളത് വലിയ പാപങ്ങളിൽപ്പെട്ട ഒരു സംഭവമായിട്ടാണ് ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മാതാപിതാക്കളുണ്ടല്ലോ, അവരെ
അനാവശ്യമായിട്ട് അവരോട് ശബ്ദമുയർത്തുക, അവരെ നിന്ദിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മാതാക്കളെ ആക്ഷേപിക്കുക, അവഹേളിക്കുക, അപമാനിക്കുക, നിന്ദിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസിൽ കാണാം. വഇലാഅത്തുൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അത് അല്ലാഹ് ഹറാമാക്കിയിട്ടുണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് വിവരമില്ലാത്ത ആളുകൾക്ക്, വിഡ്ഢികൾക്ക് സമ്പത്ത് കൊടുക്കരുതെന്ന്. എന്താ കാരണം? അത് അനാവശ്യ മാർഗത്തിൽ പ്രയോഗിക്കുമെന്ന, ചെലവഴിക്കുന്ന. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു സാമ്പത്തിക ഭദ്രതയും അച്ചടക്കവും വളരെ അനിവാര്യമാണ്. അതോടൊപ്പം നമ്മളിങ്ങനെ പിശുക്കാൻ പാടില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇത് വേറൊരു രൂപമുണ്ട്. അതായത് ഇപ്പോൾ കുടുംബത്തിൽ എല്ലാ ആളുകൾക്കും ഒരേ വരുമാനം ആയിക്കൊള്ളുന്നില്ല. ജ്യേഷ്ഠന് കിട്ടുന്ന ശമ്പളമാകൂല അനുജന്. അതുപോലെ ഒരാൾക്ക് ആരോഗ്യമായിരിക്കും, മറ്റൊരാൾക്ക് അസുഖം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവിധ കാലാവസ്ഥകൾ എന്ന് നമുക്ക് പറയാം പല കുടുംബത്തിലുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് അവനും അവളും, അല്ലെങ്കിൽ അവനും അവൻ്റെ ഇണയും എന്താണെങ്കിൽ നോക്കിക്കോട്ടെ എന്നുള്ള ആ ഒരു ന്യായം, ആ ഒരു രീതിയൊന്നും ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നമ്മൾ എന്ത് ചെയ്യണം? സഹായങ്ങൾ അതെപ്പോഴും നമ്മൾ ചെയ്യണം. അതുകൊണ്ടൊക്കെ നന്മയാണ് വരിക എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരാളുടെ ജ്യേഷ്ഠൻ, അനുജന്മാർ, ജ്യേഷ്ഠന്മാർ, സഹോദരിമാർ, അവരോടൊക്കെയുള്ള ആ ഒരു ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കണം. അവർക്ക് സാധിക്കുന്ന സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മൾ നൽകണം. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട് പ്രിയമുള്ളവർ. അതുപോലെ തന്നെ ഇന്ന് കുടുംബങ്ങളിൽ മാതാപിതാക്കൾ, ഞാൻ അവസാനിപ്പിക്കാൻ, മാതാപിതാക്കൾ അനാദരിക്കപ്പെടുന്ന അവസ്ഥ അതുണ്ടായിക്കൂടാ. ചില കുടുംബങ്ങളിലൊക്കെ മാതാപിതാക്കൾ, പ്രായം ചെന്ന ആളുകൾ അവഗണിക്കപ്പെടുന്നു. നിങ്ങൾക്കറിയുമോ, ആളുകൾ ഇപ്പോൾ ഈ റീൽസും അതുപോലെ കുറേ ഫത്വകളും ഒക്കെ കേട്ടിട്ട് എന്താ അവസ്ഥ അറിയോ? അതായത് ഈ ഇപ്പോൾ മരുമകൾ അമ്മോഷനെയും അമ്മായി അമ്മയെയും അവർക്കൊക്കെ സേവനം ചെയ്യേണ്ടതുണ്ടോ? അതിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും നിലപാടെന്ത് എന്നുള്ള പിന്നെ ഒരു ചോദ്യം. അപ്പോൾ ഒരു ഗൾഫിലെ പണ്ഡിതന് പറയുന്നത്, ഒരു നാട്ടു സമ്പ്രദായം അനുസരിച്ച് എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ മാതാവും പിതാവുമാണ്, അവർക്ക് സേവനങ്ങൾ ചെയ്യുക. ചായ ചോദിച്ചാൽ ചായ കൊടുക്കുക, ഇനി അതല്ലെങ്കിൽ അതുപോലുള്ള ഒരു വീടാകുമ്പോൾ ആ രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്നാൽ അത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യേണ്ടത് അവളുടെ ബാധ്യതയല്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ എത്ര ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എന്നറിയും. അതായത് സുബ്ഹാനല്ലാഹ്, ഒരു വീഡിയോക്ക്, ഈ വിഷയത്തിലുള്ള ഒരു വീഡിയോക്ക് 1,00,000-ലധികം ലൈക്കാണ് കിട്ടുന്നത്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ അറിയോ, നമ്മൾ എന്നാൽ വേറെ എത്രയോ പ്രധാനപ്പെട്ട വിഷയത്തിന് തിരിഞ്ഞു നോക്കൂല ആളുകൾ. അപ്പം എന്തുകൊണ്ട് ആളുകളുടെ ഒരു ടെൻഡൻസി പറഞ്ഞാൽ എങ്ങനെ ഒരു വിടവുണ്ടാക്കാം, അകൽച്ച നോക്കാം എന്നുള്ളതാണ്. അപ്പം അതൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു കുടുംബമാകുമ്പോൾ പ്രിയമുള്ള വീട്ടിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നറിയും. ഇന്ന് ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും. പരസ്പരം സംസാരത്തിൻ്റെയും സ്നേഹബന്ധങ്ങളുടെയും അളവുകൾ അത് കുറവാണ്. അപ്പോൾ ഉപ്പയും ഉമ്മയും ഇദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് പിന്നെ സംസാരിക്കുകയും ചായ കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കണം. അത് പല കുടുംബങ്ങളിലുമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? കുടുംബങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ഉത്തമ കുടുംബം എന്ന് പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും മാത്രമല്ല, ജ്യേഷ്ഠാനുജന്മാർ, പങ്ങന്മാർ, അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഇവരെല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടെ, ഐക്യത്തോടുകൂടെ, പരസ്പര വിശ്വാസത്തോടുകൂടെ, പരസ്പര ആദരവോടുകൂടെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ
അവിടെ ഖൈറും ബർക്കത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഒക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അവിടെ സമാധാനമുണ്ടാകും, അവിടെ സന്തോഷമുണ്ടാകും, അവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും നമ്മൾ ഈ ചെറിയ പെരുന്നാൾ ഖുതുബയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിന്നെ ഒരു സുഹൃത്തിൻ്റെ ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ രീതി എന്താ ഞങ്ങൾ ആ കുടുംബത്തില് ഒരു കല്യാണത്തിന് പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്നത് പോലെ വലിയൊരു ചെമ്പൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഭക്ഷണം വെക്കുക ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകളൊക്കെ എന്താണ്, ഇവരുടെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യമാരും അതുപോലെ പെങ്ങന്മാരൊക്കെ ഓരോ പാത്രത്തിൽ രാവിലെ കഴിക്കാനുള്ള പ്രാതൽ, ഫുത്തൂർ എന്ന് പറയില്ലേ, അതൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവരൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ തറവാട്ടിൽ വെച്ചിട്ട് എല്ലാവരും മേശക്ക് ചുറ്റുമിരുന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. പ്രാതൽ ഉച്ചക്കുള്ളത് ആ വീട്ടിൽ വലിയ ചെമ്പിൽ ഒരു കല്യാണത്തിനെന്ന പോലെ അവിടെ ഉണ്ടാക്കി കഴിക്കുന്നു. എന്തൊരു സ്നേഹവും ഐക്യവും! പെരുന്നാളെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതൊരു കല്യാണ സൽക്കാരം പോലെ. അങ്ങനെയുള്ള കുടുംബം അതൊക്കെയാണ് ഉണ്ടാവേണ്ടത്. ഇത് പെരുന്നാളുകൾക്ക് പോലും അകൽച്ച എങ്ങനെ നമുക്ക് അകലാം എന്നുള്ള ഗവേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കുടുംബമായിട്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആപത്തുകൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. നമ്മുടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ട്, 2-3 മിനിറ്റ്.